KSU മുഖ്യമന്ത്രി തർക്കത്തിൽ KSU എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ, സംസ്ഥാന സെക്രട്ടറിമാരായ കണ്ണൻ നമ്പ്യാർ, അൻസിൽ ജലീൽ, മുജീബ് ഓടക്കാലി എന്നിവർ മാധ്യമങ്ങളെ കാണുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടോ? ഒരാൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഘപരിവാർ ആയിരുന്നെങ്കിൽ അയാൾ ജനാധിപത്യ മതേതര ചേരിയിലേക്ക് വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സന്ദീപ് വാര്യരെ പോലുള്ള കൂടുതൽ ആളുകൾ ഈ പാർട്ടിയിലേക്ക് വരികയുള്ളൂ. എല്ലാ കാലവും കോൺഗ്രസ് ആയിരിക്കുന്നവർ കോൺഗ്രസും BJP ആയിരിക്കുന്നവർ BJPയും CPM ആയിരിക്കുന്നവർ CPM ആയിരുന്നാൽ മതിയോ? കോൺഗ്രസിലേക്ക് പുതിയ ആളുകൾ കടന്നു വരുന്നുണ്ട്. പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഇരുന്ന കാലയളവിൽ 2019 മുതൽ ലോയേഴ്സ് കോൺഗ്രസിന് സജീവ പ്രവർത്തകനാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർന്നു. നിരവധി തവണ അത് പലയിടങ്ങളിലും ചർച്ചയായി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഈ പേരുകളിൽ പറയപ്പെട്ട ആളുകൾ, ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ച ആളുകൾ പാർട്ടിയിലും മുന്നണിയിലും മന്ത്രിസഭയിലും മറ്റു പല ആരോപണങ്ങളും ഉയർന്നു. ചില മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട്, ചില മന്ത്രിമാരുടെ ഡ്രൈവർ നിയമനവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നപ്പോഴും അവിടെയൊന്നും KSU പ്രവർത്തകരുടെ വികാരത്തെയോ പാർട്ടിയുടെ വികാരത്തെയോ ഇതിനു വേണ്ടി സംസാരിക്കാത്ത ആളുകൾ ഗവൺമെന്റ് ലീഡർ നിയമനത്തിൽ മാത്രം ഈ ആശങ്ക ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ മന്ത്രിസഭയുടെ ശോഭ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം ചില ആളുകൾ ശ്രമിക്കുകയാണ്. ഇനി ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ്, ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ ലിസ്റ്റ് പ്രകാരമാണ് ഇത്തരത്തിലുള്ള നിയമനം നടന്നിട്ടുള്ളത്. ഈ നിയമനങ്ങളിൽ സ്വാഭാവികമായും പലതരത്തിലുള്ള ചർച്ചകൾ സ്വാഭാവികമായും നടന്നിട്ടുണ്ടാകും. പല ആളുകളും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാകും. പല നേതാക്കളുടെ ഭാഗത്തുനിന്നും റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടാകും. അത്തരത്തിലുള്ള റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് നിയമനം കിട്ടിയത്. പക്ഷെ ആ നിയമനങ്ങളിലെ ആശങ്ക പാർട്ടി വേദിയിൽ പറയാനും കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാനും സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരമായി ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് KSU പോലുള്ള വിശാലമായൊരു ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിന് ചേർന്നല്ല. ആരെയും സംഘി ചാപ്പ കുത്തി മാറ്റി നിർത്തുന്നതല്ല KSUവിൻ്റെ രാഷ്ട്രീയം. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന മുദ്രാവാക്യമാണ് KSU വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നിരന്തരമായി ഇത്തരത്തിൽ ഒരാളെ സംഘപരിവാർ ചാപ്പ കുത്തുമ്പോൾ, ഞാൻ ഈ പറഞ്ഞു, ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പങ്കെടുത്ത ആൾ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സിംജോ സാമുവൽ സക്രിയയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ആൾ, കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി കോടതിയിൽ ഹാജരായ ആൾ, എറണാകുളത്തെ KSUവിൻ്റെ കേസുകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ആൾ, ഇത്തരം ഒരാൾ പെട്ടെന്നൊരു ദിവസം പ്ലീഡർ നിയമനം വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് സംഘപരിവാറായി മാറുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. KSUയിൽ പരസ്യ ചേരിപ്പോര് രൂക്ഷമാവുകയാണ്. ഒരു വിഭാഗം മുഖ്യമന്ത്രി VD സതീഷിനൊപ്പം നിൽക്കുമ്പോൾ മറുവിഭാഗത്തിന്റെ നിലപാട് അത് വലിയ രീതിയിലുള്ള ഒരു ചേരിപ്പോരിന് കാരണമാകുന്നുണ്ട്.